ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തിരുവനന്തപുരത്തോടെ ഫേമസ് ആയിട്ടുള്ള കലത്തപ്പമാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെസ്റ്ററിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ആരോട് കൂടിയ കലത്തപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചരി ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് 250 ml കപ്പാണ് കേട്ടോ. ഇതിന് 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് സാദാ പച്ചരിയാണ്. നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ബസുമതി റൈസ് എടുക്കാം, കൈമ റോസ് എടുക്കാം, ജീരകശാല എടുക്കാം. ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് കലത്തപ്പത്തിന് വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് കുതിരാൻ വേണ്ടി വെള്ളവും കൂടി ഒന്ന് നിമക്കി എടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി കുതിർക്കാൻ വേണ്ടി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് 6 മണിക്കൂറൊന്ന് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുതിർക്കാനിട്ട പച്ചരിയുടെ അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകി ഈ വെള്ളവും കൂടി കളഞ്ഞതിന് ശേഷം ഒരു വെള്ളവും കൂടി കഴുകിയിട്ട് നമുക്ക് ഇഞ്ഞെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒറ്റ ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരി മൊത്തം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തതിൽ ഒരു 1.25 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ പകുതി അരവായതിനു ശേഷം നമുക്കിതൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് പച്ചരിക്ക് 4 ടേബിൾ സ്പൂൺ ചോറ്, അത് നമുക്ക് മട്ട അരിയുടെ ചോറ് വേണമെങ്കിലും ഇടാം, വെള്ള അരിയുടെ ചോറ് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പകുതി അരവിൽ നമുക്ക് ഒന്ന് എടുത്തതിന് ശേഷം ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ച് വെച്ച് വീണ്ടും നന്നായിട്ട് തന്നെ ഒരു മഷിയ അരച്ചെടുക്കാവേ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കലത്തപ്പം നല്ല ആരോട് കൂടി കിട്ടുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. വളരെ തിക്കുമല്ല എന്നാൽ വളരെ ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് മാവ് കിട്ടേണ്ടത്. ഇനി ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയൊരു സോസ് പാനിലേക്ക് ഒരു 1/2 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു കട്ടയായതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 250 ഗ്രാം ശർക്കരയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് മെൽറ്റാക്കി എടുക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഈ മാവിൻ്റെ ബാറ്ററിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകവും ഏലക്കയും പൊടിച്ചത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആട്ടിയ സമയത്ത് ജീരകവും ഏലക്കയും ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ആട്ടുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ ചെറിയ ജീരകവും പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് പൊടിച്ചതുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കട്ടയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് മെൽറ്റായി വന്നിട്ടുണ്ട്.
ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ച് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റീൽ അരിപ്പയിൽ കൂടി നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചൂടോടുകൂടി തന്നെ ഞാൻ ശർക്കര മാവിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കയ്യുടൻ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണമേ. അല്ലെങ്കിൽ ഈ ഒഴിക്കുന്ന ഭാഗത്ത് മാവ് ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയും കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് കപ്പ് പച്ചരിക്ക് 1/2 കിലോ ശർക്കര കറക്റ്റാണ് കേട്ടോ. നല്ല കറക്റ്റ് മധുരമായിരുന്നു. അപ്പോൾ അതാ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാവും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കർ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കൊപ്ര ഒന്ന് അരിഞ്ഞെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊപ്ര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാനേ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവേ. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് മൊത്തവും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 ചെറിയുള്ളി, കുഞ്ഞുള്ളി ഒന്ന് വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ടും ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനേ. അപ്പോൾ എന്താ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചെറിയ ഉള്ളിയിൽ നിന്നും തേങ്ങാക്കൊത്തിൽ നിന്നും കുറച്ച് എടുത്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് മൂപ്പിച്ച ഉള്ളിയും കൂടി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുക്കറിൽ ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാറ്റർ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം ഈ സൈഡൊക്കെ ഒന്ന് അരികൊക്കെ ഒന്ന് പതഞ്ഞ് വരും. ആ സമയം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളി മൂപ്പിച്ചതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണമേ. അപ്പോൾ അതിന് മുമ്പായി വേറൊരു അടുപ്പിൽ ഒരു ദോശക്കല്ലോ ഒരു പഴയ തവയോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഈ കുക്കറിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒരു 40-45 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു അടച്ച് വെച്ചിട്ട് 40-45 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കറിൻ്റെ അടപ്പിൽ വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ.
45 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ദാ തുറക്കുകയാണ്. എന്നിട്ട് ഒരു നൈഫിൻ്റെ തുമ്പ് വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതാ ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ കനത്തപ്പം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഈ സൈഡൊക്കെ കണ്ടില്ലേ ഒന്ന് വിട്ട് വന്നിട്ടുള്ളത് കാണാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു നൈഫ് വെച്ചോ ഒന്ന് സൈഡൊക്കെ ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് ഈ കലത്തപ്പം പുറത്തെടുക്കാം. അപ്പോൾ ഇന്നതാ കുക്കറിൽ നിന്നും തട്ടി പുറത്തെടുത്ത കലത്തപ്പമാണ് ഇത്. നല്ല സോഫ്റ്റ് ഉണ്ട്, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ആ കലത്തപ്പത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പീസ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല ആരോട് കൂടിയുള്ള നല്ല സോഫ്റ്റ് കലത്തപ്പമാണ്. കണ്ടില്ലേ, നോക്കി അതെല്ലാം നന്നായിട്ട് അറയായിട്ട് നല്ല ആരോട് കൂടിയ കലത്തപ്പമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ കലത്തപ്പം ഉണ്ടാക്കാറുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്